ചിലർക്ക് കേസ് കൊടുക്കുന്നതിന് നോമ്പും പീഡാനുഭവവും പ്രശ്നമല്ലെന്ന് ഓർത്തഡോക്സ് സഭയ്ക്ക് മറുപടിയുമായി യാക്കോബായ സഭാധ്യക്ഷൻ ബസേലിയസ് മാർ ജോസഫ് കാത്തോലിക ബാവ. അവരെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കാൻ മാത്രമേ സാധിക്കൂ. തിരുമേനിമാരെ ദേവാലയത്തിൽ കയറ്റുന്നത് തടയാൻ കഴിയും. എന്നാൽ എവിടെയൊക്കെ പ്രവേശനം നിഷേധിച്ചാലും ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനമുണ്ടെന്നും യാക്കോബായ അധ്യക്ഷൻ പറഞ്ഞു. ഞങ്ങൾ തിരുമേനിമാരെ ദേവാലയത്തിൽ കയറുന്നതിനെ തടസ്സപ്പെടുത്തുവാൻ പറ്റുമായിരിക്കും. പക്ഷേ ഈ പാവപ്പെട്ട ജനം, വിശ്വാസത്തിന്റെ പൂർണ്ണതയിൽ പ്രസിച്ചു നിൽക്കുന്ന ജനം, അവരുടെ ഹൃദയത്തിൽ നിന്നും എന്നെപ്പോലെ എൻ്റെ സഹോദര മെത്രാപ്പോലീത്തന്മാരെ അടർത്തി മാറ്റുവാൻ ആർക്കും സാധിക്കുമെന്ന് കരുതരുത്. ഇത് തെറ്റാണ്. മനുഷ്യനിർമ്മിതമായ ദേവാലയങ്ങളല്ലല്ലോ പരിശുദ്ധ സഭ എന്ന് പറയുന്നത്. ഇവിടെ അടിച്ചിറക്കപ്പെട്ടപ്പോഴും പുതിയ ദേവാലയങ്ങൾ നിർമ്മിച്ചില്ലേ? അവിടെ അവർ ആരാധിക്കുന്നില്ലേ? ദൈവമക്കൾ മനസ്സിലാക്കണം. ടോബി ജോൺസൺ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങൾ നൽകാൻ. ടോബി, ഈ ഓശാന ഞായർ ദിനത്തിൽ ഓർത്തഡോക്സ് സഭയ്ക്കുള്ള മറുപടിയാണല്ലോ യാക്കോബായ സഭാധ്യക്ഷൻ ബസേലിയസ് മാർ ജോസഫ് കാതോലിക്ക ബാവ നൽകിയിരിക്കുന്നത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം ജനങ്ങളുടെ ഹൃദയത്തിൽ ഉള്ള സ്ഥാനം അത് നിത്യമായിരിക്കും എന്ന പരാമർശം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുണ്ടല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും ഗോപി, അത്തരത്തിലുള്ള ഒരു വൈകാരിക പ്രസംഗം തന്നെയായിരുന്നു അദ്ദേഹം നടത്തിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ശ്രേഷ്ഠഭാവയായതിനു ശേഷം ആദ്യമായിട്ടാണ് യാക്കോബായ അധ്യക്ഷൻ കോട്ടയം ജില്ലയിലേക്ക് എത്തുന്നത്. കോട്ടയത്തെ അവരുടെ പ്രധാനപ്പെട്ട പള്ളിയായിട്ടുള്ള മണർകാട് പള്ളിയിലാണ് ഇന്ന് അദ്ദേഹം എത്തിയത്. നേരത്തെ ഈ ദേവാലയങ്ങളിൽ, കോട്ടയം ജില്ലയിലെ ദേവാലയങ്ങളിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില വിലക്കുകൾ ഉണ്ടായിരുന്നു. കോട്ടയം മെത്രാപ്പൊലീത്ത തോമസ് മാർ തിമോത്തിയോസ് കോടതിയെ സമീപിക്കുകയും ചെയ്തു. പക്ഷേ കോടതി ആ ആവശ്യം അംഗീകരിച്ചില്ല. അന്ന് തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായിട്ടാണ് ആ ഒരു വിധി വന്നത്. എന്നാൽ അതിനുശേഷം ഇന്ന് ഈ ഓശാന ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വേണ്ടി യാക്കോബായ അധ്യക്ഷൻ എത്തുമ്പോൾ ഓർത്തഡോക്സ് വിഭാഗത്തിനുള്ള കൃത്യമായിട്ടുള്ള മറുപടിയാണ് നൽകുന്നത്. കോടതി വിധികളുമായി ഈ പീഡാനുഭവ കാലത്ത് പോകുന്നത് അത് എത്രത്തോളം ശരിയാണ്, അത് ശരിയായ ഒരു നടപടിയല്ല എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ ദേവാലയങ്ങളിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കും, പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ നിന്നും പുറത്താക്കാൻ സാധിക്കത്തില്ല എന്ന് പറയുന്നു. തന്നെ ഈ ഒരു യാക്കോബായ അധ്യക്ഷനാക്കി വാഴിച്ചത് അത് പാത്രിയാക്കീസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും തന്നെ അതിൽ നിന്നും അത് അംഗീകരിക്കാനാവില്ല എന്ന് പറയാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ ഇടവകയിലെ വിശ്വാസികളാണ് ഇന്ന് മണർകാട് പള്ളിയിലേക്ക്, മാർത്തമറിയം പള്ളിയിലേക്ക് തന്നെ ക്ഷണിച്ചത്. അതുകൊണ്ടാണ് താൻ വന്നതെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. എന്തായാലും ഈ കോടതി വ്യവഹാരങ്ങളുമായി ഓർത്തഡോക്സ് സഭ പോകുന്നതിനെയാണ് അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത്. ജനമനസ്സുകളിൽ എപ്പോഴും തങ്ങൾക്ക് സ്ഥാനമുണ്ട് എന്നുള്ള വിശ്വാസികളെ ഒരിക്കലും പള്ളികളിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കില്ല. തിരുമേനിമാരെയൊക്കെ പുറത്താക്കാം, എന്നാൽ വിശ്വാസികളെ എങ്ങനെ പുറത്താക്കാൻ സാധിക്കുമെന്നുള്ള ചോദ്യവും അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ഇന്ന് വാഴൂര പള്ളിയിലായിരുന്നു ചടങ്ങുകളിൽ പങ്കെടുത്തത്. അദ്ദേഹം ഈ വിഷയത്തിൽ കാര്യമായിട്ടുള്ള പ്രതികരണങ്ങൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. ശരി ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്.